എന്റെ ആത്മാവിൽ വചനം നിറയട്ടെ, ആത്മാവിൻ മുറിവുകൾ ഉണങ്ങിടട്ടെ. രക്ഷ ദൈവത്തിന്റെ ദാനം എന്ന സുവിശേഷ പ്രസംഗത്തിന്റെ 2ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ദൈവം സ്നേഹസ്വരൂപനാണ് എന്നത് ശരി തന്നെ. അതേസമയം തന്നെ ദൈവം നീതിമാനാണ്. നീതിമാനായ ദൈവത്തിന് പാപിയെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു നീതിമാനായ ന്യായാധിപന്റെ മുമ്പിൽ സ്വന്തം മകൻ ഒരു കൊലപാതകവും ചെയ്തിട്ട് വന്ന് നിന്നാൽ അവനെ ശിക്ഷിക്കാതിരിക്കാൻ ആ പിതാവിന് കഴിയുന്നതല്ല. ഇതെന്റെ മകനാണ്, അവൻ കുറ്റം ചെയ്തു എന്നത് സത്യമാണെങ്കിൽ ഇവന്റെ മകനായതുകൊണ്ട് വെറുതെ വിടുന്നു എന്ന് ന്യായാധിപന് പറയുവാൻ സാധ്യമല്ല. കുറ്റം ചെയ്തത് മകനാണെങ്കിൽ പോലും ന്യായാധിപന് ശിക്ഷിച്ചേ മതിയാകൂ. ദൈവം സ്നേഹസ്വരൂപനാണ്, അതുകൊണ്ട് മനുഷ്യനെ ശിക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവം നീതിമാനാണ്, അതുകൊണ്ട് മനുഷ്യനെ ശിക്ഷിക്കാതിരിക്കാനും ദൈവത്തിന് കഴിയുന്നതല്ല. മനുഷ്യൻ അനുഭവിക്കേണ്ട ശിക്ഷ സകല മനുഷ്യവർഗത്തിനും വേണ്ടി യേശു അനുഭവിക്കുക. ആ കെട്ടപ്പെട്ട് കിടന്ന മനുഷ്യൻ അനുഭവിക്കേണ്ടതായ മരണം അവന് വേണ്ടി മറ്റൊരാൾ അനുഭവിക്കുക. അപ്പോൾ ആ മനുഷ്യൻ സ്വതന്ത്രനാകും. ഇത് തന്നെയാണ് യേശു നമുക്ക് വേണ്ടി ചെയ്തത്. സകല മനുഷ്യവർഗവും മരിക്കേണ്ടതായിരുന്നു. ആ പാപത്തിന്റെ ശമ്പളമായ മരണം സകല മനുഷ്യവർഗത്തിനും വേണ്ടി യേശു അനുഭവിക്കുകയാണ് ചെയ്തത്. അതേപ്പറ്റി 40-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിനെ സ്തുതി തന്നെ. പലരും അത് കണ്ടു ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഇവിടെ പാപിയായ ഒരു മനുഷ്യന്റെ സ്ഥിതിയാണ് വിവരിക്കുന്നത്. അവൻ യഹോവയ്ക്കായി കാത്തിരുന്നു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു, അവങ്കലേക്ക് ചാഞ്ഞു. അവനെ എങ്ങനെയാണ് രക്ഷിച്ചത് എന്നിവിടെ പറയുന്നുണ്ട്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ആണ് അവരെ കയറ്റിയത്. അപ്പോൾ പാപിയായ മനുഷ്യൻ എവിടെയാണ് കിടക്കുന്നത്? അവൻ നാശകരമായ ഒരു കുഴിയിൽ കിടക്കുകയാണ്. ആഴമുള്ള ഒരു കുഴി, ഒരു പൊട്ടക്കിണറെന്നിരിക്കട്ടെ, അതിൽ നിറയെ ചെളിയാണ്. അവൻ അവിടെയാണ് കിടക്കുന്നത്. അങ്ങനെ ആഴമായ ആ കുഴിയിൽ, ആ കുഴഞ്ഞ ചേറ്റിൽ അവൻ കിടക്കുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് അവന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അവൻ സ്വയം പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു കുഴിയിൽ, കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്നതായ ഒരു വ്യക്തിക്ക് അവിടെ നിന്ന് സ്വയം രക്ഷപ്പെടുവാൻ സാധ്യമല്ല. രക്ഷപ്പെടുവാൻ വേണ്ടി അവൻ ഒരു കാൽ ഉയർത്തുമ്പോൾ മറ്റൊരു കാൽ അതിലേക്ക് പൂണ്ടുപോകും. അങ്ങനെ ഓരോ കാൽ ഉയർത്തും തോറും അവൻ കൂടുതൽ ആ ചെളിയിലേക്ക് പൂണ്ടുപോകുക മാത്രമേ ചെയ്യുകയുള്ളൂ. അങ്ങനെ നാശകരമായ ആ കുഴിയിൽ നിന്നും അവന് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. പുറത്തു നിന്നുള്ള ഒരാൾ വന്നു വേണം അവനെ രക്ഷിക്കുവാൻ. എന്താണ് അതിനുള്ള മാർഗം? അങ്ങനെ ആരും രക്ഷിക്കാനില്ലാതെ ആ നാശകരമായ കുഴിയിൽ, കുഴഞ്ഞ ചേറ്റിൽ അവൻ കിടന്ന് ബുദ്ധിമുട്ടുകയായിരുന്നു. ഈ കുഴിക്ക് പുറത്തുള്ളതായി യേശു അവിടേക്ക് കടന്നു വരികയും അവനെ രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു കയറിട്ട് കൊടുക്കുകയും ചെയ്തു. അവൻ ആ കയറിൽ ബലമായി പിടിച്ചു. യേശു അവനെ ഉയർത്തി പുറത്താക്കി. അങ്ങനെ കുഴിയിൽ നിന്ന് അവൻ പുറത്തു വന്നു. പുറത്തു വന്നതിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് അവൻ പറയുന്നു: എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഇവൻ ആ കുഴിയിലായിരുന്നപ്പോൾ അവന്റെ കാൽ ഉറപ്പുള്ളതായ സ്ഥലത്തായിരുന്നില്ല. ഉറച്ചു നിൽക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. എന്നാൽ ആ കുഴിയിൽ നിന്നും അവൻ പുറത്തു വന്നതോടുകൂടി അവന്റെ കാലെ ഉറപ്പുള്ള ഒരു പാറമേലായി. ഉറപ്പുള്ളതായ ചുവടുകളാണ് അവനുള്ളത്. പോരാഞ്ഞിട്ട് അവന്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി. സ്ഥിരമായ ഒരു ഗമനം അവനുണ്ട്. ചെളിയിലൂടെ നടക്കുന്നത് പോലെ ഒരു ഗമനമല്ല, ഒരു നടപ്പല്ല ഒരു വിശ്വാസിക്കുള്ളത്. അങ്ങനെ വിശ്വാസിയായി തീർന്നതോടുകൂടി ചെളിയിൽ നിന്ന് അവൻ കരകയറുകയും അവന്റെ ഗമനം സ്ഥിരമായി തീരുകയും ചെയ്തു. ഇവൻ കുഴിയിലായിരുന്ന സമയത്തെ നിലവിളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കുഴിയിൽ നിന്ന് പുറത്തു കയറിയപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറയുന്നുണ്ട്. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിനെ സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. കുഴിയിൽ നിന്ന് കയറിയതോടുകൂടി ഇവന്റെ ഗമനം സ്ഥിരമായി, ഇവന്റെ കാലുകൾ പാറമേലായി. അവന്റെ വായിൽ നിലവിളിക്ക് പകരമായി പാട്ടുണ്ടായി. ഇതാണ് രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും തമ്മിലുള്ള വ്യത്യാസം. രക്ഷിക്കപ്പെടാത്തവൻ കുഴിയിലാണ് കിടക്കുന്നത്, കുഴഞ്ഞ ചേറ്റിലാണ് കിടക്കുന്നത്. അവന്റെ ഗമനം സ്ഥിരമല്ല, അവന്റെ വായിൽ പാട്ടില്ല, നിലവിളി മാത്രമേയുള്ളൂ. എന്നാൽ രക്ഷിക്കപ്പെട്ടവന്റെ സ്ഥിതി അതല്ല. രക്ഷിക്കപ്പെടുന്നതോടുകൂടി ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ കയറുകയും
ഉറപ്പുള്ളതായ പാറയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അതോടുകൂടി ഇവന്റെ നിലവിളി തീരുന്നു, അവന്റെ വായിൽ പുതിയ പാട്ടുണ്ടാകുന്നു. ഇങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടവന്റെ അവസ്ഥ. എങ്ങനെയാണ് രക്ഷയുണ്ടാകുന്നത്? അത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നു കൃപയാലാണ് വിശ്വാസം മൂലം നാം രക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന്. എങ്ങനെയാണ് കൃപയാൽ നാം രക്ഷിക്കപ്പെടുന്നത് എന്ന് ഞാൻ സിമ്പിളായിട്ട് വിശദീകരിക്കാം. കൃപ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. അതെപ്പോഴും സ്ഥിരമായി നിൽക്കുന്നു, അതിന് മാറ്റമുണ്ടാകുന്നില്ല. കൃപയാൽ നാം വിശ്വാസം മൂലമാണ് രക്ഷിക്കപ്പെടുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മിൽ നിന്നുണ്ടാകേണ്ടതാണ്. എങ്ങനെയാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്? അതും ബൈബിൾ പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു എന്ന്. അങ്ങനെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന മുഖാന്തരം നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നു. ഈ വിശ്വാസം ഉണ്ടായി കഴിയുമ്പോൾ നാം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാനത് വിശദീകരിക്കാം. പാപിയായ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. വചനം കേൾക്കുന്നതോടെ അവനിൽ വിശ്വാസമുണ്ടാകുന്നു. വിശ്വാസം ഉണ്ടായി കഴിയുമ്പോൾ ആ വ്യക്തി ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയും മനുഷ്യന്റെ വിശ്വാസവും തമ്മിൽ ചേരുമ്പോൾ രക്ഷയുണ്ടാകുന്നു. ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്നു. ഏതു മനുഷ്യനും രക്ഷ പ്രാപിക്കത്തക്ക വിധത്തിൽ ആ കൃപ എപ്പോഴും അവിടെയുണ്ട്. എന്നാൽ വിശ്വാസം എന്നത് എല്ലാ മനുഷ്യനുമില്ല. അത് ഓരോ മനുഷ്യനും ദൈവവചനം കേട്ട് സ്വയം ഉണ്ടാക്കേണ്ടതാണ്. അങ്ങനെ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ രക്ഷ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ദൈവവചനത്തിൽ വിശ്വസിക്കുമ്പോൾ അവന് വിശ്വാസം ഉണ്ടാകുകയും അത് ദൈവത്തിന്റെ കൃപയുമായി യോജിക്കുമ്പോൾ അവനിൽ രക്ഷയുണ്ടാകുകയും ചെയ്യുന്നു. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല എന്നും പൗലോസ് വ്യക്തമാക്കുന്നു. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, പ്രവൃത്തിയാലെങ്കിൽ കൃപയല്ല എന്നാണ് പറയുന്നത്. കൃപയാൽ എന്ന് പറഞ്ഞാൽ അനർഹമായ ദാനമാണ്. അർഹിക്കുന്നത് കൊടുത്താൽ കൃപയാകുകയില്ല. അർഹിക്കാത്തതായ കാര്യം തികച്ചും സൗജന്യമായി കൊടുക്കുമ്പോഴാണ് കൃപയുണ്ടാകുന്നത്. അങ്ങനെ നാം അർഹിക്കാത്തതായ കാര്യം നമുക്ക് തികച്ചും കൃപയാൽ സൗജന്യമായി ദൈവം നൽകുമ്പോഴാണ് രക്ഷയുണ്ടാകുന്നത് എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. അങ്ങനെ രക്ഷ എന്നത് തികച്ചും കൃപയാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അത് കുറച്ചുകൂടെ സിമ്പിളായ ഒരു ഉദാഹരണത്താൽ ഞാൻ വിശദീകരിക്കാം. ഇപ്പോഴൊക്കെ പലരും കടഭാരം മൂലം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ഒരു വ്യക്തിക്ക് 1,00,000 രൂപ കടമുണ്ടെന്നിരിക്കട്ടെ. നാളെ രാവിലെ 11 മണിക്ക് ജപ്തി ചെയ്യാനായി ബാങ്കുകാർ വരുമെന്ന് അറിയിപ്പും കിട്ടി. ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു പൈസ പോലുമില്ല. നാളെ ഇദ്ദേഹത്തെയും കുടുംബത്തെയും ആ വീട്ടിൽ നിന്ന് ബാങ്കുകാർ ഇറക്കി വിടുമെന്ന് തീർച്ചയാണ്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുവാൻ വേണ്ടി ആ മനുഷ്യൻ ഓടി ഒരു പണക്കാരന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ പണമില്ല. കടമെന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. എനിക്കുമുണ്ട് വളരെയേറെ കടം. അതുകൊണ്ട് നിന്നെ സഹായിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം ഓടി ഒരു തത്വജ്ഞാനിയുടെ അടുത്ത് ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഈ കടമെന്നൊക്കെ പറയുന്നത് വെറും തോന്നലാണ്. ഇതിന്റെ പിന്നാലെ ഓടി നീ ജീവിതം വ്യർത്ഥമാക്കേണ്ടതില്ല. അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നൊക്കെ നീ കേട്ടിട്ടില്ലയോ? അതുകൊണ്ട് ഈ ലോകമൊക്കെയും വെറും മിഥ്യയാണ്, മായയാണ്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആശ്വാസവാക്കുകൾ പറഞ്ഞു വിട്ടു. മറ്റൊരാളടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, നിനക്ക് ഞാനൊരു ജോലി വാങ്ങിച്ചു തരാം. ആ ജോലി ചെയ്ത് കുടുംബകാര്യം നോക്കുകയും ബാക്കി പണം നീ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യണം. കുറെ കാലം കൊണ്ടേ നിനക്ക് കടം വീട്ടുവാൻ കഴിയും. പക്ഷേ ആ മനുഷ്യൻ അത് കഴിയില്ല. കാരണം കടക്കാരിത വന്ന് നിൽക്കുന്നു. ബാങ്കുകാരൻ നാളെ 11 മണിക്ക് ജപ്തി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ജോലി ചെയ്ത് പണമുണ്ടാക്കി കടം വീട്ടാൻ സാധ്യമല്ല. അവസാനം ഈ കടക്കാരൻ ഒരു നല്ല മനുഷ്യന്റെ അടുത്ത് ഓടിച്ചെന്നു. നിങ്ങൾ എന്നെ സഹായിക്കണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ നാളെ 10 മണിയാകുമ്പോഴേക്ക് ബാങ്കിലേക്ക് വരിക, ഞാൻ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കടക്കാരൻ പിറ്റേന്ന് ബാങ്കിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ മനുഷ്യനെ കണ്ടില്ല. എങ്കിലും മാനേജരോടെ ഒരിക്കൽ കൂടെ അപേക്ഷിക്കാമെന്ന് കരുതി മാനേജരുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഇന്ന് 11 മണിക്ക് എന്റെ വീട് ജപ്തി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദയവായി അല്പസമയം കൂടി എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഉടനെ മാനേജർ ഇവന്റെ അക്കൗണ്ടൊക്കെ നോക്കിയപ്പോൾ അതിൽ ഒരു പൈസ പോലും ഇപ്പോൾ കടമില്ല. മാനേജർ ഉടനെ ക്ലർക്കിനെ വിളിച്ചു ചോദിച്ചു, എങ്ങനെയാണ് ഈ കടം വീടിയത്? ഉടനെ ക്ലർക്ക് പറഞ്ഞു, അല്പം മുൻപ് ഒരാൾ ഇവിടെ വന്ന് ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഈ പണം മുഴുവൻ നിക്ഷേപിച്ചു. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കടക്കാരൻ ചോദിച്ചു, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ബാങ്കുകാർ പറയുന്നു, നീ ഒന്നും ചെയ്യേണ്ടതില്ല. നീ ചെയ്യേണ്ടതെല്ലാം നിനക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നീ ഇതാ ഇപ്പോൾ സ്വതന്ത്രനായിരിക്കുന്നു. ദൈവമക്കളെ, ഇതാണ് യേശു നമുക്ക് വേണ്ടി ചെയ്തത്. മറ്റു പലരുടെയും അടുത്ത് നാം ഓടിച്ചെന്നു രക്ഷയ്ക്ക് വേണ്ടി. ആരും നമ്മളെ രക്ഷിക്കാതിരുന്നപ്പോൾ യേശു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? നാം കൊടുത്തു തീർക്കേണ്ട അവസാന ചില്ലിക്കാശ് വരെയും തികച്ചും സൗജന്യമായി, പ്രതിഫലമായി ഒന്നും ഇച്ഛിക്കാതെ, ഒന്നും ചോദിക്കാതെ ദൈവത്തിന്റെ കൃപയാൽ മാത്രം ആ പണം മുഴുവനും കൊടുത്തു തീർക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് യേശുവിന് മാത്രം രക്ഷിക്കാൻ കഴിയുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ടല്ലോ. അതിന്റെ മറുപടി ഇതാണ്,
നാം കൊടുത്തു തീർക്കേണ്ട കടം അവസാന ചില്ലിക്കാശ് വരെയും നമുക്ക് വേണ്ടി കൊടുത്തു തീർത്ത ഒരു വ്യക്തി മാത്രമേ ഈ ലോകത്തുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കടക്കാരനെ രക്ഷിക്കുവാൻ ഫിലോസഫിക്ക് കഴിയുന്നതല്ല. അഹം ബ്രഹ്മാസ്മി എന്നും ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നും പറഞ്ഞാൽ നമ്മുടെ പാപത്തിന്റെ കടം മാറുകയില്ല. ഞാനും നിന്നെപ്പോലൊരു കടക്കാരനാണ്, ഒരു പാപിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, ആ തത്വജ്ഞാനം കേട്ടിരുന്നത് കൊണ്ട് നമ്മുടെ പാപം മാറുന്നതല്ല. നമ്മുടെ പ്രവൃത്തിയാൽ രക്ഷ നേടുവാൻ ഉപദേശിക്കുന്ന മതങ്ങളുണ്ടാകാം. എന്നാൽ നാളെ ജപ്തി ചെയ്യാൻ വരുമ്പോൾ ഇന്ന് നീ പ്രവൃത്തി ആരംഭിച്ചിട്ട് ഫലമൊന്നുമില്ല. നീ എത്രമാത്രം പ്രവൃത്തി ചെയ്താലും നിന്റെ കുടുംബമെല്ലാം പോറ്റിയിട്ട് മിച്ചം വരുന്ന പണം കൊണ്ട് നിനക്ക് ആ കടം വീട്ടുവാൻ സാധ്യമല്ല. അതിനേക്കാൾ അപ്പുറമായി പലിശ അനുദിനം ഏറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിലും നിനക്ക് രക്ഷപ്പെടാനാവാത്ത ആ സാഹചര്യത്തിൽ നിനക്കാവശ്യം നിന്റെ കടം മുഴുവൻ തികച്ചും സൗജന്യമായി കൊടുത്തു തീർക്കുന്ന ഒരുവനെയാണ്. അത് യേശു മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ. യേശു മാത്രമേ രക്ഷിക്കൂ എന്ന് പറയുവാൻ കാരണം ഇതാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടതായ വേറൊരു നാമവുമില്ല എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. അവനെ കൈക്കൊണ്ടേ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു എന്ന് ദൈവവചനം പറയുന്നു. ഇപ്പോൾ ദൈവമകനാകുവാനോ ആകാതിരിക്കുവാനോ ഉള്ള അവകാശം നമ്മുടെ കയ്യിലാണ്. കർത്താവ് പറയുന്നു, നിനക്ക് ദൈവത്തിന്റെ മകനായി രക്ഷ പ്രാപിക്കണമെങ്കിൽ അത് നീ ചെയ്തു കൊള്ളുക. അതല്ല, ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ അതും നിന്റെ ഇഷ്ടം. അങ്ങനെ അധികാരം നമുക്ക് തന്നിരിക്കുകയാണ്. അന്ത്യന്യായവിധി ദിവസം യേശുവിന്റെ മുമ്പിൽ നാം ന്യായവിധിക്കായി നിൽക്കുമ്പോൾ, ദൈവമേ നീ എന്താണ് എന്നെ രക്ഷിക്കാഞ്ഞത് എന്ന് നാം ആരും ചോദിക്കുവാൻ ഇടയാകുകയില്ല. കാരണം ചോദിച്ചാൽ അതിന്റെ മറുപടി ഇതായിരിക്കും, അവനെ കൈക്കൊണ്ടേ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം ഞാൻ കൊടുത്തിരുന്നു. നിനക്ക് ആ അധികാരം ഉണ്ടായിരുന്നു. എന്നാൽ നീ അധികാരം ഉപയോഗിച്ച് യേശുവിനെ സ്വീകരിക്കുകയോ അങ്ങനെ രക്ഷ പ്രാപിക്കുകയോ ചെയ്തില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യമഹൂതനും പന്നി യവനനും രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തിയായ സുവിശേഷം ഞാൻ ഈ ലോകത്തിൽ അയച്ചിരുന്നു. അതെന്റെ ദാസന്മാർ പ്രസംഗിച്ചിരുന്നു. നീയും അത് കേട്ടതാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു എന്നും ദൈവവചനം പറയുന്നു. നീ ആ ദൈവവചനം കേട്ടിട്ടും നീ അത് വിശ്വസിച്ചില്ല. നിന്റെ നാശത്തിന് നീ തന്നെ ഉത്തരവാദി എന്നും ദൈവം പറയുന്നതാണ്. രക്ഷയ്ക്കോ ശിക്ഷയ്ക്കോ ഉള്ളതായ വഴി നമ്മുടെ മുമ്പിലുണ്ട്. ഇടുക്കവും ഞെരുക്കമുള്ളതായ ഒരു വഴി, വിശാലമായ മറ്റൊരു വഴി. ഇതിലേതാണ് നാം തിരഞ്ഞെടുക്കുക? നാം ആ കാൽവറിയിലേക്ക് നോക്കിയാൽ നമുക്കവിടെ 3 കുരിശെ കാണുവാൻ കഴിയും. 1 മാനസാന്തരപ്പെട്ട കള്ളൻ, 2 നടുവിൽ ക്രിസ്തു, 3 മാനസാന്തരപ്പെടാത്ത കള്ളൻ. ഈ മാനസാന്തരപ്പെട്ട കള്ളൻ അവൻ പാപിയാണ്. അവന്റെ ഉള്ളിൽ പാപമുണ്ട്. പക്ഷേ ഇപ്പോൾ അവന്റെ മേൽ പാപമില്ല. ആ പാപം ഇപ്പോൾ യേശുവിന്റെ മേലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതാ യേശുവിന്റെ ഉള്ളിൽ പാപമില്ല. എന്നാൽ ആ കള്ളന്റെ മേലിരുന്ന പാപവും സകല മനുഷ്യവർഗത്തിന്റെ പാപവും യേശുവിന്റെ മേലിരിക്കുന്നു. ഈ ബൈബിൾ സ്റ്റഡിയുടെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.